അപ്പം എഴുതുക നെർവസ് സിസ്റ്റം. ഇന്നത്തെ ഹെഡിങ് എഴുതേണ്ടത് നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? നെർവസ് സിസ്റ്റം ഒരു ഡോട്ട് ഇട്ട് എഴുതിയോ. നെർവസ് സിസ്റ്റം is made of brain, spinal cord and a huge network of nerves. Huge network of nerves. Nervous system is made up of brain, spinal cord and a huge network of nerves. Okay. വീണ്ടും ഒരു സബ്ഹെഡിങ് എഴുതിക്കോ. ഫംഗ്ഷൻ ഓഫ് നെർവസ് സിസ്റ്റം. ഒന്നാമത്തെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു റിസീവ് ഇൻഫർമേഷൻ ഫ്രം എൻവയോൺമെന്റ്. രണ്ട് ടു കൺട്രോൾ all voluntary muscular activities. റണ്ണിങ്, വാക്കിങ്, റൈറ്റിങ്, ഇതൊക്കെ വോളണ്ടറി മസ്കുലർ ആക്ടിവിറ്റീസ് ആണ്. നമ്മൾ ഇൻവോളണ്ടറി എന്ന് പറയുമ്പോൾ ഉള്ളിലുള്ളത്. ഇപ്പൊ ഹേർട്ട് ബീറ്റ് ചെയ്യുന്നത് ഒരു ഇൻവോളണ്ടറി ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ഓക്കെ. ഫുഡ് നമ്മുടെ അന്നനാളത്തിൽ കൂടെ വയറ്റിലേക്ക് പോകുന്നു, അത് ഇൻവോളണ്ടറി ആയിട്ടുള്ള ഒരു ആക്ഷൻ ആണ്. മനസ്സിലായോ? ഈ വോളണ്ടറി എന്ന് പറയുമ്പോൾ പുറത്ത് കൺട്രോൾ, നമുക്ക് പുറത്തുള്ള ആക്ടിവിറ്റീസ്. അതായത് ഇപ്പൊ പറഞ്ഞ റണ്ണിങ്, വാക്കിങ്, റീഡിങ്, റൈറ്റിങ്, ഇതെല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ റീഡിങ് വിട്ടേ റൈറ്റിങ്, അതേപോലെ ഈ മസിൽ ഇൻവോൾവ് ചെയ്യുന്ന, അതായത് വോളണ്ടറി മസ്കുലർ ആക്ടിവിറ്റിയെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഫംഗ്ഷനും കൂടെ നെർവസ് സിസ്റ്റം ചെയ്യുന്നുണ്ട്. മൂന്നാമത്തേത് enable us to remember, think and reason. Enable us to remember, think and reason. ഞാൻ പലപ്പോഴും നിങ്ങൾ ഇവിടെ നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ് വരുന്ന സമയത്ത് ചില കുട്ടികൾ തന്നെ ഇങ്ങനെ ഇരുന്നു ഒക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, എന്താണ് സിനിമ കാണാൻ ഇരിക്കുവാണോ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ സ്പൈനൽ കോഡ് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ടുള്ള മെസ്സേജുകളൊക്കെ കൃത്യമായിട്ട് പാസ് ചെയ്യുന്നത്. ഒരു സാധനം, ഒരു അധ്യാപകൻ പഠിപ്പിക്കുന്ന സാധനം, ബോർഡിൽ എഴുതുന്ന സാധനം കൃത്യം നിങ്ങളുടെ തലച്ചോറിനകത്ത് അതിന്റെ യഥാർത്ഥ ഭാവത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പോസ്റ്ററിലൂടെ കറക്റ്റ് ആക്കണം. അതായത് സ്പൈനൽ കോഡ് ഇങ്ങനെ നേരെ ഇരിക്കുക, എന്നിട്ട് നോക്കി എഴുതുക. ചിലർ ഇങ്ങനെ ഇരിക്കും, ചിലർ ഇങ്ങനെ കിടന്നെഴുതും, ചിലർ തലയിൽ കൈ വെച്ചെഴുതും, ചിലർ ഇങ്ങനെ ചാരിയിരിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് സ്പൈനൽ കോഡിന്റെ ആയിരിക്കുന്ന പൊസിഷനൊക്കെ ഇങ്ങനെ ഒടിഞ്ഞു വളഞ്ഞു ഒക്കെ ഇരിക്കുന്ന ഇൻഫർമേഷൻ കൃത്യമായിട്ട് ചിലതിന് അപ്പൊ എന്ത് ചെയ്യും, മനസ്സിലാകാഴികയുണ്ടാവും, മറന്നുപോകും. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിലേ, അതായത് നല്ലതായിട്ട് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ നമ്മള് ബോർഡിലൊക്കെ എഴുതി പഠിപ്പിക്കുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു കുട്ടിക്ക് ആ ഒരൊറ്റ ക്ലാസ് മതി. അറ്റ്ലീസ്റ്റ് അത് ഈ പറഞ്ഞ പോലെ മനുഷ്യരാണ്, മറന്നുപോകും, മറവിയുണ്ട്, ഇതൊക്കെ ശരിയാണ്. പക്ഷേ അത് ലോങ് ടൈം മെമ്മറിക്കകത്തോട്ട് കയറ്റാൻ വേണ്ടി ആ ഒരൊറ്റ ക്ലാസ് മതിയാവും. അത് ആ ഇരിക്കുന്ന കുട്ടിയുടെ പോസ്റ്റർ വരെ അതിന് ഒരു ഫാക്ടറാണ്. അതായത് സ്പൈനൽ കോഡ് നേരെ ഇരിക്കുവാണെങ്കിൽ ഇൻഫർമേഷൻ കൃത്യമായിട്ട് ബ്രെയിനിലേക്ക് പോകും, ബ്രെയിനിലേക്ക് കൃത്യമായിട്ട് ഷെയർ. പിന്നെ വേറൊരു പ്രശ്നമുണ്ട്, ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് ശ്രദ്ധ മാത്രമല്ലോ, ചിലപ്പോൾ അപ്പുറത്തെ കുട്ടിയെ ചൊറിയാൻ പോകും, ഇപ്പുറത്തെ കുട്ടിയെ ചൊറിയാൻ പോകും, അപ്പുറത്തെ കഥ പറയാൻ പോകും, ഫുട്ബോളിന്റെ കഥ പറയാൻ പോകും. ഇങ്ങനെയൊക്കെ വരുമ്പോഴും ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ, അല്ലാതെ പോസ്റ്ററും കൊണ്ട് മാത്രം കാര്യമില്ല. ഓക്കെ. ഇനി നാലാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് റെഗുലേറ്റ് ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ്.
regulate involuntary activities such as breathing, 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 and beating of heart, beating of heart. അതായത് നമ്മുടെ ഹാർട്ട് ബീറ്റ് ഇൻവോളണ്ടറി ആണ്, അതേപോലെ തന്നെ ബ്രീത്തിങ് അതും ഇൻവോളണ്ടറി ആണ്. ഇതൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നതെല്ലാം ഈ നെർവസ് സിസ്റ്റത്തിന്റെ. നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ആരൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നു മനസ്സിലായല്ലോ? സ്പൈനൽ കോഡ്, ബ്രെയിന്, നെറ്റ്വർക്ക് ഓഫ് നെർവ്സ് കൂടെ ഉൾപ്പെടുന്നതാണ് നെർവസ് സിസ്റ്റം. അപ്പൊ ഇവരെല്ലാം കൂടെ ചേർന്നാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നത്? റെഗുലേറ്റ് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, എഴുതിയെന്ന് കരുതുന്നു. അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. റിസപ്റ്റേഴ്സ് ഒരു ഹെഡിങ് കൊടുക്കുക. റിസപ്റ്റേഴ്സ് ഒരു ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് ഒരു നോട്ട് എഴുതാം. റിസപ്റ്റേഴ്സിനെ പറ്റി എവിടെ എഴുതിയിട്ടുണ്ട്, എന്നാൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. These are specialized tips of some nerve cell that detect the information from the environment. അതായത് നെർവ് സെല്ലിന്റെ ടിപ്പിലുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടിപ്പ് എന്ന് തന്നെ വിചാരിച്ചു. അതായത് ആ അറ്റമാണ് ആദ്യം ഈ എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആദ്യം റിസീവ് ചെയ്യുന്നത് ആ ഒരു സ്പെഷ്യലൈസ്ഡ് ടിപ്പാണ്. ഓക്കെ ആണല്ലോ? ടിപ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ അറ്റം എന്നാണ്. നെർവ് സെല്ലിന്റെ അറ്റത്തുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു റീജിയൻ ആണ് ഈ റിസപ്റ്റർ എന്ന് പറയുന്നത്. അതായിരിക്കും ഈ എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെ ആദ്യം ഡിറ്റക്ട് ചെയ്യുന്നത്. അത് ഡിറ്റക്ട് ചെയ്താണ് പിന്നെ നെർവ് സെല്ല് വഴി എന്ത് ചെയ്യുന്നത്? ഇത് നേരെ സ്പൈനൽ കോഡ് ത്രൂ സ്പൈനൽ കോഡ് ബ്രെയിനിൽ എത്തുന്നത്, ബ്രെയിനിൽ പ്രോസസ് ചെയ്തിട്ട് അതിന്റെ വേണ്ട റെസ്പോൺസ് എന്ത് ചെയ്യുന്നത്? നൽകുന്നത്. ഓക്കെ, ഓരോ സെൻസ് ഓർഗനിലും റിസപ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പൊ ചെവിയില് കേൾവിയുടെ അനുസൃതമായിട്ടുള്ള റിസപ്റ്റേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ കാഴ്ച, കണ്ണില് റിസപ്റ്റർ സെല്ലുകളുണ്ട്. അതേപോലെ തന്നെ നാക്കില് റിസപ്റ്റർ സെല്ലുകളുണ്ട്, മൂക്കില് റിസപ്റ്റർ സെല്ലുകളുണ്ട്, സ്കിന്നില് റിസപ്റ്റർ സെല്ലുകളുണ്ട്. അപ്പം ഓരോ റിസപ്റ്ററിനെയും ഓരോ പേരാണ് അറിയപ്പെടുന്നത്. ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. ചെവിക്കകത്തുള്ളത് ഓഡിറ്ററി റിസപ്റ്റേഴ്സ് എന്നാണ് പറയുന്നത്. അതേപോലെ ഓരോ കണ്ണിനകത്തുള്ള ഫോട്ടോ റിസപ്റ്റേഴ്സ്, അങ്ങനെ ഓരോ പേരിലാണ് ഓരോ റിസപ്റ്റേഴ്സ്. അപ്പൊ റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഒന്നുമില്ല, നമുക്കറിയാലോ ഉച്ച തൊട്ട് കണങ്കാലി വരെയുള്ള എല്ലാ ഭാഗത്തോട്ടും നെർവ് സെല്ലുകൾ പോയിട്ടുണ്ട്. ഓക്കെ, ഈ നെർവ് സെല്ലിന്റെ ടിപ്പില് ഉള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് റിസപ്റ്റർ. അപ്പൊ എന്ത് ചേഞ്ച് ഉണ്ടായാലും, ഇപ്പൊ ഒരു ഉദാഹരണം പറയാണ്, ഞാൻ ഒരു റെഡ് കളർ ബാഗ് കണ്ടു. കണ്ടു എന്നുള്ള ആ ഒരു കാഴ്ച നമ്മൾക്ക് സെൻസ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ ബ്രെയിനിലോട്ട് കൊണ്ടുപോകുന്നത്, അത് റെഡ് ആണ് എന്ന് എനിക്ക് മനസ്സിലാക്കി തരുന്നത് എന്റെ കണ്ണിലെ ഫോട്ടോ റിസപ്റ്റേഴ്സ് ആണ്. ഫോട്ടോ റിസപ്റ്റേഴ്സ് അത് എന്ത് ചെയ്യും? സെൻസ് ചെയ്തിട്ട് അത് എന്താണ് നേരെ കണ്ണിലെ നമ്മുടെ ഒപ്റ്റിക് നെർവ് വഴി നേരെ എവിടെ പോകുന്നു? ബ്രെയിനിൽ പോകുന്നു. ബ്രെയിനിൽ അത് പ്രോസസ് ചെയ്തിട്ടാണ് മനസ്സിലാകുന്നത് അത് റെഡ് ഒരു സ്യൂട്ട് കേസ് അല്ലെങ്കിൽ ഒരു ബാഗ് ആണ്. മനസ്സിലായ? ശബ്ദം, അതായത് ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താണ് നിങ്ങൾ ഒരാളെ ഇന്ന് കണ്ടു, ഇന്ന് പരിചയപ്പെട്ടു. അപ്പൊ അയാളുടെ ശബ്ദം, അയാളുമായിട്ട് 2-3 മണിക്കൂർ നിങ്ങൾ ചെലവഴിച്ചു, അത് ഫ്രണ്ട്സായി. വൈകിട്ട് ചെല്ലുന്നു, അയാൾ നിങ്ങളെ ഫോൺ വിളിക്കുന്നു, അല്ലെങ്കിൽ ഗേൾസ് ആണെങ്കിൽ ഒരു ഗേൾ വിളിക്കുന്നു, ബോയ് ആണെങ്കിൽ ഒരു ബോയ് വിളിക്കുന്നു. കേൾക്കുമ്പോ തന്നെ, ആ ശബ്ദം കേൾക്കുമ്പോ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇന്ന ആളാണോ എന്ന് നിങ്ങൾ ചോദിക്കും, അല്ലേ? അത് എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങളുടെ ചെവിക്കകത്തുള്ള ഓഡിറ്ററി റിസപ്റ്റേഴ്സ് ആദ്യം കേട്ടപ്പോൾ അതിനെ സെൻസ് ചെയ്യുകയും അത് നേരെ ബ്രെയിനിൽ കൊണ്ടുപോവുകയും ആ ബ്രെയിനിൽ അത് സ്റ്റോർ ചെയ്യുകയും ചെയ്തു. ഓക്കെ, എന്നിട്ട് ഇനി എപ്പോ കേട്ടാലും ആ ബ്രെയിനിൽ ആ ഇൻഫർമേഷൻ പ്രോസസ് ചെയ്യുമ്പോൾ ഇത് ഇന്ന ആളാണ്, ഇത് ഇന്ന ആളാണ്, ഇത് ഇന്ന ആളാണ് എന്നുള്ള കാര്യം പ്രോസസ് ചെയ്യും. മനസ്സിലായി? ഇങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഓക്കെ, ഇനി ഒരു ഡോട്ട് ഇട്ടിട്ട് നമുക്ക് താഴോട്ടൊരു കാര്യം കൂടി എഴുതാം. These receptors
receptors are located in our sense organ. റിസപ്റ്റേഴ്സ് എല്ലാം ഇരിക്കുന്നത് സെൻസ് ഓർഗൻ. കാരണം സെൻസ് ഓർഗൻ ത്രൂ അല്ലേ എല്ലാം നമുക്ക് എല്ലാ സ്റ്റിമുലയും നമുക്ക് ഉള്ളിലേക്ക് ബ്രെയിനിലേക്ക് ചെല്ലാൻ പറ്റുള്ളൂ. അപ്പൊ അതില് എ എന്നിട്ടിട്ട് ഇയർ ഇടുക എന്നിട്ട് ഒരു അണ്ടർലൈൻ ചെയ്തിട്ട് ഒരു ഡോട്ട് അതിന്റെ താഴെ ചെറിയ ഡോട്ട് ഇട്ടാൽ യൂസ്ഡ് ഇൻ ഹിയറിംഗ് ആണെന്നറിയാലോ. യൂസ്ഡ് ഇൻ ഹിയറിംഗ്. അതേപോലെ തന്നെ ബാലൻസിങ് ഓഫ് ബോഡി. ഇയർ ബാലൻസ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ, ബാലൻസിങ് ഓഫ് ബോഡി. ഇയർ ബാലൻസിന്റെ ഒക്കെ പ്രശ്നമുള്ളവരുണ്ടല്ലോ, പെട്ടെന്ന് ചിലപ്പോൾ നമ്മളോട് നടന്നു വരുമ്പോൾ തന്നെ പെട്ടെന്ന് എന്ത് ചെയ്യും, ബാലൻസ് നഷ്ടപ്പെട്ട് ഇങ്ങനെ പുറയിലോട്ടൊക്കെ അല്ലെങ്കിൽ സൈഡിലോട്ടൊക്കെ വീഴുന്നത് കാണും. എന്റെ 2-3 കൂട്ടുകാരുണ്ട്, ഞങ്ങൾ ഈ ട്രിപ്പിലൊക്കെ പോകുന്ന സമയത്ത് പെട്ടെന്ന് നോക്കുമ്പോൾ സൈഡിൽ ആൾ നടന്നു വരുന്നതായിരുന്നു പെട്ടെന്ന് കാണത്തില്ല. എന്ത് ചെയ്യും, അവിടെ മറിഞ്ഞടിച്ച് വീഴുന്നതാണ്. കാരണം അവർക്ക് ഇയർ ബാലൻസിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് ബോഡി ബാലൻസ് ചില സമയത്ത് ഇങ്ങനെ വിട്ടു. ഓക്കെ, അവിടെയുള്ള റിസപ്റ്ററിനെ നമ്മൾ ഓഡിറ്ററി റിസപ്റ്റേഴ്സ് എന്നാണ് പറയുന്നത്. ഓഡിറ്ററി റിസപ്റ്റേഴ്സ്. ബി എന്ന് എഴുതിയിട്ട് നമുക്ക് ഐസ് എന്ന് എഴുതാം. ഐസിലുള്ള റിസപ്റ്ററിനെ നമ്മൾ ഫോട്ടോ റിസപ്റ്റർ എന്നാണ് പറയുന്നത്. ഫോട്ടോ റിസപ്റ്റേഴ്സ് എന്നാണ് പറയുന്നത്. അടുത്തത് അറിയാം, അത് നമുക്കറിയാലോ, യൂസ്ഡ് ഇൻ സീയിങ് അല്ലെ. നമുക്ക് കാഴ്ചകൾ സമ്മാനിക്കുന്നത് കണ്ണാണ്. ഇനി സി എന്ന് എഴുതിയിട്ട് സ്കിൻ എന്ന് ഒരു ഇത് കൊടുക്കാം. സ്കിന്നില് ഉള്ള റിസപ്റ്റർ എന്ന് പറയുമ്പോൾ തെർമോ റിസപ്റ്റേഴ്സ് എന്നാണ് പറയുന്നത്. തെർമോ റിസപ്റ്റേഴ്സ്. അതിന്റെ ഒരു യൂസ്ഡ് ഇൻ ഫീലിംഗ് ടെമ്പറേച്ചർ ലൈക്ക് ഹോട്ട് ഓർ കോൾഡ്. മാത്രമല്ല ടച്ചും എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് സ്കിന്നിൽ നിന്ന് ഫീൽ ചെയ്യാൻ പറ്റും. അടുത്തത് മൂക്കിനകത്തുള്ള റിസപ്റ്ററിനെ നമ്മൾ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ആണ്. നമ്മൾ ഓൾഫാക്ടറി ഇൻഡിക്കേറ്റർ എന്നൊക്കെ കെമിസ്ട്രിക്കകത്ത് പഠിച്ചില്ലേ, അത് തന്നെ. നോസ് എന്ന് എഴുതണേ. നോസ് എന്ന് എഴുതിയിട്ട് ഒരു ഡോട്ട് ഇട്ടിട്ട് അതിനകത്ത് ഓൾഫാക്ടറി ഇൻഡിക്കേറ്റർ, സോറി ഓൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ് അല്ല, ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ്. അടുത്ത ഡോട്ട് എഴുതാം. നമുക്കറിയാലോ, നോസ് നമ്മൾ സ്മെൽ ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. യൂസ് ഇൻ സ്മെല്ലിംഗ്. അടുത്തത് ഇ എന്ന് പറയുന്നത് നമുക്ക് നോസായി, കണ്ണായി, പിന്നെന്താ ടങ്. ടങ്ങിനകത്തുള്ള റിസപ്റ്റേഴ്സിനെ നമ്മൾ ജസ്റ്റേറ്ററി റിസപ്റ്റേഴ്സ് എന്നാണ് പറയുന്നത്. പിന്നെ അറിയാലോ, യൂസ്ഡ് ഇൻ എന്താണ്, ടേസ്റ്റിംഗ്. ഇത് റിസപ്റ്റേഴ്സിന്റെ പേരൊക്കെ ഒന്ന് പഠിച്ചോണേ. അതായത് ഓഡിറ്ററി റിസപ്റ്റേഴ്സ്, ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ്, തെർമോ റിസപ്റ്റേഴ്സ്, ജസ്റ്റേറ്ററി റിസപ്റ്റേഴ്സ്, ഫോട്ടോ റിസപ്റ്റേഴ്സ്. അത് പറയാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ഇത് എഴുതിയത്. ഓക്കെ, എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോവാണ്. നമ്മൾ അടുത്ത ന്യൂറോണിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അതായത് നെർവ് സെല്ല് വേറെ പേരാണ് ന്യൂറോൺ. നെർവ് സെൽ അഥവാ ന്യൂറോൺ എഴുതാം.
ശരിക്കും ഈ ന്യൂറോൺ എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം ആണ് ഈ ന്യൂറോൺ എന്ന് പറയുന്നത്. അതായത് നമ്മൾ സെൽ എന്താ പറയുന്നത്, സെൽ ഈസ് ദ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ബോഡി എന്ന് പറയുന്ന പോലെ തന്നെ നെർവ് സെൽ എന്ന് പറയുമ്പോൾ നെർവ് സിസ്റ്റത്തിന്റെ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആയി. ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതാം, ഇറ്റ് ഈസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് nervous system. നമുക്ക് നെർവസ് സിസ്റ്റത്തിന്റെ പാർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ പടം വരയ്ക്കാനും സാധാരണ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ പടം വരച്ചിട്ട് മാർക്ക് ചെയ്യാൻ ചോദിക്കും, ചിലപ്പോൾ പടം വരയ്ക്കാൻ തന്നെ ചോദിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ആ പാർട്ട് വരയ്ക്കുന്നതിനും ആ പാർട്ട് പറയുന്നതിന് മുമ്പ് അതിന്റെ പടം ഒന്ന് ഞാൻ വരച്ച് കാണിക്കാം, നോക്കിക്കോളൂ. ഇതൊന്ന് വരച്ചേക്കണേ, ഇതൊന്ന് വരച്ചേക്കണേ.
ഇതിന്റെ ഫോട്ടോ എടുത്ത് ഞാൻ ഗ്രൂപ്പിൽ ഇടാം. അത് വരച്ചാലും മതി, സമയം കളയണ്ട. അത് വരയ്ക്കാനുള്ള സ്പേസ് കിട്ടും. ഞാൻ ആ ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഓക്കെ, അപ്പം ഞാൻ ഗ്രൂപ്പിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇത് നിങ്ങൾ നോക്കി വരയ്ക്കുക. നമുക്ക് ഇതിന്റെ ഓരോ പാർട്ടുകളും ഒന്ന് പഠിക്കാം, അല്ലെങ്കിൽ ഓരോ പാർട്ടുകളെ പറ്റി ഒന്ന് പറയാം, അതിനെ പറ്റി ഒന്ന് എഴുതാം. ഓക്കെ, അപ്പം നോക്കിക്കോളൂ. നമ്മൾ ആദ്യം ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്ന പാർട്ട്. ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്നത് ഈ മുടിനാര് പോലെ ഇരിക്കുന്ന ഈ റീജിയൻ ആണ് ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഇത് വേറൊരു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇത് നെർവിന്റെ എൻഡിങ് ആണ്. ഇത് സിനാപ്സ് എന്നാ പറയുന്നത്. അടുത്ത നെർവിന്റെ, ഇപ്പൊ ഇവിടെ ഒരു നെർവ് കാണും, ഇവിടെ ഒരു നെർവ് സെല്ല് കാണും. ഈ നെർവ് സെല്ലിന്റെ ഉണ്ടോ, ഇവിടെ ഒരു നെർവ് സെല്ല് കാണും. ഈ നെർവ് സെല്ലിന്റെ ഡെൻഡ്രൈറ്റിലോട്ടാണ് നേരെ തന്നെ ഈ സിനാപ്സ് ഒന്ന് കണക്ട് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെർവിൽ നിന്ന് അടുത്ത നെർവിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് ഈ ഡെൻഡ്രൈറ്റ്സ് വഴിയാണെന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം ഒന്നെന്ന് എഴുതിയിട്ട് ഡെൻഡ്രൈറ്റ്സ് എന്ന് എഴുതുക. ഒന്നെന്ന് എഴുതിയിട്ട് ഡെൻഡ്രൈറ്റ്സ് എന്ന് എഴുതുക. ഡെൻഡ്രൈറ്റ്സ് എന്താ ചെയ്യുന്നത്? ഇറ്റ് റിസീവ് ഇൻഫർമേഷൻ. രണ്ടെന്ന് എഴുതിയിട്ട് സെൽ ബോഡി. സെൽ ബോഡിനെ ചില ഇതിൽ സോമ എന്നും പറയും കേട്ടോ. അതായത് SOMA എന്നും ചില ടെക്സ്റ്റിൽ ഉണ്ട്. നിങ്ങൾക്ക് പഠിക്കണ്ട, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. SOM. അപ്പം സെൽ ബോഡി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ ഒരു റീജിയൻ ആണ് സെൽ ബോഡി എന്ന് പറയുന്നത്. അതായത് ആ വന്ന ഇൻഫോർമേഷൻ എന്താണ്, ഡെൻഡ്രൈറ്റിൽ നിന്ന് ആദ്യം വന്ന് കയറുന്നത് ഈ നെർവ് സെല്ലിന്റെ സെൽ ബോഡിയിലേക്കാണ്. അത് എഴുതേണ്ടത് ദ റിസീവ്ഡ് ഇൻഫോർമേഷൻ by dendrites is now traveled as an electrical impulse by cell body. മൂന്നാമത് നമുക്ക് പഠിക്കാനുള്ളത് ആക്സോണെ പറ്റിയാണ്. മൂന്നാമത് നമുക്ക് പഠിക്കാനുള്ളത് ആക്സോൺ. ആക്സോൺ എന്ന് പറയുമ്പോൾ ഈ ഒരു തണ്ട് ഉണ്ടോ, ഇത് ഇപ്പൊ ഞാൻ ഈ വരയ്ക്കുന്ന ഈ ഭാഗം, അതാണ് തണ്ട്. തണ്ടെന്നല്ല പറയുന്നത്, ഞാൻ തണ്ട് വലിക്കുന്ന ഭാഗം എന്ന് പറയുന്നതേ ഉള്ളൂ. ആക്സോൺ എന്ന് പറയുന്നത് it is the longest fiber on the cell of it is the cell body. It is the longest fiber on the cell body. It transmit electrical impulse to the dendrites of next neuron. It is the longest fiber on the cell body. It transmit electrical impulse. നമുക്കറിയാം സെൽ ബോഡിയിൽ നിന്ന് കളക്ട് ചെയ്ത ഇലക്ട്രിക്കൽ ഇമ്പൾസ് ആക്കി മാറ്റിയ അതിനെ നേരെ അടുത്ത ഡെൻഡ്രൈറ്റിലോട്ട് കൊടുക്കുന്നത് ഈ ഒരു ആ തണ്ട് പോലിരിക്കുന്ന ഒരു ഭാഗം വഴിയാണ്.
ഇനി അവിടെ സിനാപ്സ് എന്ന് പറയുന്ന ഒരു റീജിയൻ ഉണ്ട്. സിനാപ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതെന്താ അറിയോ? ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ നെർവിന്റെ എൻഡിങ് കണ്ടോ, ആ ടിപ്പ് ഇച്ചിരി ഇങ്ങനെ ആയിരിക്കുന്നത്. എന്നിട്ട് അടുത്ത ഡെൻഡ്രൈറ്റ് ഇച്ചിരി തിക്കായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഡെൻഡ്രൈറ്റ് തന്നെ ഇങ്ങനെ ഇരിക്കും. അതായത് ഇപ്പൊ ഞാൻ ഇച്ചിരി സൂം ചെയ്ത് വരച്ചിരിക്കുകയെന്ന് വിചാരിച്ചു. ഇതെല്ലാം ഡെൻഡ്രൈറ്റ്സ് ആണ്. ഇതെല്ലാം ഡെൻഡ്രൈറ്റ്സ്. അപ്പൊ ഈ സിനാപ്സും ഈ ഡെൻഡ്രൈറ്റും തമ്മിൽ കണ്ട ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. അപ്പം ആ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്നാ പറയുന്നത് ആ ഗ്യാപ്പിന്. അവിടെ നമുക്കറിയാം ഇവിടെ വരെ ഇൻഫർമേഷൻ വന്നിട്ട് ഒരു കെമിക്കൽ അസറ്റൈൽ കൊലൈൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ഇവിടെ സെക്രീറ്റ് ചെയ്യും. ആ സെക്രീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇൻഫർമേഷൻ. ഇത് ടച്ച് ഇല്ല, ഡയറക്റ്റ് ടച്ച് ചെയ്തിട്ടില്ല, ഇങ്ങനെ ചാടി പോവാന്നൊന്ന് വിചാരിച്ചാൽ മതി. അതാ ഇതിന്റെ എന്താണ് ഇൻഫർമേഷൻ അല്ല, ഈ പറഞ്ഞ പോലെ തന്നെ സെക്രീഷൻ നടക്കുന്നതുകൊണ്ടാണ്. എന്തിന്റെ അസറ്റൈൽ കൊലൈൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ സെക്രീഷൻ നടക്കുന്നതുകൊണ്ടാണ്. അപ്പം ഈ സിനാപ്സ് എന്ന് പറയുന്നത് എഴുതുക, ഇറ്റ് ഈസ് ദ gap between the nerve ending of one neuron and dendrite of other neuron. Nerve ending of one neuron and dendrite of other neuron. ഈ സിനാപ്സ് വെച്ചിട്ട് ഈ ഇലക്ട്രിക്കൽ സിഗ്നൽ, അതായത് സെൽ ബോഡിയിൽ ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഈ സിനാപ്സ് വരുമ്പോൾ കെമിക്കൽ സിഗ്നൽ ആയിട്ട് മാറുമേ. അപ്പം അതും കൂടെ വേണേൽ എഴുതിയേക്കാം. ഇൻ ദിസ് electrical signals is converted into chemical signal. അവിടെ കെമിക്കലിന്റെ പേര് വേണമെങ്കിൽ എഴുതിക്കോ. അതായത് കെമിക്കലിന്റെ പേര് വേണം എഴുതിക്കോ. അസറ്റൈൽ കൊലൈൻ. അതൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ഓക്കെ, അപ്പം ഇനിയും എഴുതേണ്ടത് റിഫ്ലക്സ് ആക്ഷൻ എന്നൊരു ഹെഡിങ് കൊടുക്കുക. റിഫ്ലക്സ് ആക്ഷൻ. ഒരു ഡോട്ട് എഴുതുക. ഇൻവോളണ്ടറി ആക്ഷൻ in response to external or internal stimuli
are termed as reflex action. ഈ റിഫ്ലെക്സ് ആക്ഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിൻ വരെ സഞ്ചരിക്കുന്നില്ല, നേരെ സ്പൈനൽ കോഡിൽ പോയിട്ട് തിരിച്ചു വരും. കാരണം പെട്ടെന്ന് നടക്കേണ്ട റിയാക്ഷൻ അല്ലേ. തേപ്പൂട്ടിയെ കൈ കൊണ്ടപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, അത് ആ സ്പൈനൽ കോഡ് വരെ പോയിട്ട് സ്പൈനൽ കോഡിന് എല്ലാ പെർമിഷനും കൊടുത്തിരിക്കുവോ ബ്രെയിൻ, അത് പെട്ടെന്നുള്ള ആക്ഷൻസ് എടുത്തോളാം. ശരിക്കും റിഫ്ലെക്സ് ആക്ഷനുമായിട്ട് ബന്ധപ്പെട്ട അതിൽ ഏറ്റവും കൂടുതൽ ഹാൻഡ് എന്ന് പറയുന്നത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്പൈനൽ കോഡിനാന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഒരു ഡോട്ട് എഴുതാം, അടുത്ത ഡോട്ട് എഴുതാം. ദ പെരിഫറൽ nervous system and spinal cord are involved in controlling reflex action. അപ്പോൾ ഈ ശരിക്കും ഈ പെരിഫറൽ നെർവ് സിസ്റ്റം ആൻഡ് സ്പൈനൽ കോഡ് ആർ ഇൻവോൾവ് ഇൻ കൺട്രോളിംഗ് റിഫ്ലെക്സ് ആക്ഷൻ എന്നല്ലേ പറഞ്ഞത്. അപ്പൊ പെരിഫറൽ നെർവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ എന്നാ നിങ്ങൾ ചോദിക്കാത്തത്. ശരിക്കും നമ്മുടെ നെർവ് സിസ്റ്റത്തിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, സെൻട്രൽ നെർവ് സിസ്റ്റവും പെരിഫറൽ നെർവ് സിസ്റ്റവും. സെൻട്രൽ നെർവ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ബ്രെയിനും സ്പൈനൽ കോഡും ഉൾപ്പെടുന്നതാണ്. ഈ പെരിഫറൽ നെർവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അറിയോ, തിരിച്ചുള്ള, അതായത് അവിടെ നിന്ന് ഇൻഫോർമേഷൻസ് തിരിച്ച് എഫക്റ്റർ ആയിട്ടുള്ള റീജിയനിലേക്ക് എത്തിക്കുന്ന നെർവുകൾ ഉൾപ്പെടുന്ന സിസ്റ്റത്തെയാണ് നമ്മൾ പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് അങ്ങോട്ടേക്ക് ബ്രെയിനിലേക്ക് കൊണ്ടുപോകുന്നതുണ്ട് കേട്ടോ. അതായത് ബ്രെയിനിലേക്ക് കൊണ്ടുപോകുന്ന നെർവും, അതായത് ഒരു സ്റ്റിമുലൈ ഇമ്പൾസ് ആക്കിയിട്ട് ബ്രെയിനിലേക്ക് കൊണ്ടുപോകുന്നതും ആ ബ്രെയിനിന്റെയും സ്പൈനൽ കോഡിന്റെയും റെസ്പോൺസ് ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് തിരിച്ച് എഫക്റ്ററിലേക്ക് വരുന്ന നെർവസ് സിസ്റ്റത്തെയുമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ബ്രെയിനിനെയും സ്പൈനൽ കോഡിനെയും സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നു. അതിലേക്ക് എത്തിക്കുന്ന നെർവുകളും അതിൽ നിന്ന് ഇൻഫർമേഷൻ തിരിച്ച് എഫക്റ്റർ ആയിട്ടുള്ള ഓർഗൻസിലേക്കോ മസിൽസിലേക്കോ എത്തിക്കുന്ന നെർവുകളെയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ആ പെരിഫറൽ നെർവസ് സിസ്റ്റവും സ്പൈനൽ കോഡും ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് റിഫ്ലെക്സ് ആക്ഷൻ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ഡോട്ട് ഇടാം. The path traveled by the impulse during a reflex action is called a reflex arc. അതായത് ഈ ഇമ്പൾസ് നമുക്കറിയാലോ, ഇപ്പൊ തേപ്പൂട്ടിയെ കൈ കൊണ്ടു, റിഫ്ലെക്സ് ആക്ഷൻ ആണ്. അപ്പം അത് നമ്മുടെ കൈ കൊണ്ടു, അവിടെ സ്റ്റിമുലൈ നമുക്ക് കിട്ടി, അത് റിസപ്റ്റർ സെല്ലുകൾ റിസീവ് ചെയ്തു, അത് ഇമ്പൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ആ ഇമ്പൾസ് എന്ത് ചെയ്തു, സ്പൈനൽ കോഡ് വരെ പോയിട്ട് തിരിച്ച്, അതായത് അങ്ങോട്ടേക്ക് പോകുന്ന നെർവ് വഴി സ്പൈനൽ കോഡ് വരെ പോയിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുന്ന നെർവ് വഴി ആ കൈയാണ് തേപ്പൂട്ടിയൊക്കെ ഉണ്ടെങ്കിൽ കയ്യിലുള്ള എല്ലാ മസിലുകളിലേക്കും ഇൻഫർമേഷൻ കൊടുക്കുന്ന നെർവ് ത്രൂ ആണ് കൊടുക്കുന്നത്. ആ ഒരു പാത്തിനെ നമ്മൾ പറയുന്ന പേരാണ് റിഫ്ലെക്സ് ആർക്ക്. ആ റിഫ്ലെക്സ് ആർക്ക് എവിടെ ഏതൊക്കെ എങ്ങോട്ടൊക്കെ പോകുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. ആ റിഫ്ലെക്സ് ആർക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം വേണേ അടുത്തൊരു ഡോട്ട് ഇട്ടിട്ട് ഇങ്ങനെ എഴുതാം, എ റിഫ്ലെക്സ് ആർക്ക് can be represented as follows. ആദ്യം സ്റ്റിമുലസ് നമുക്ക് കിട്ടുന്നു. സ്റ്റിമുലസ് അത് നേരെ ആ സെൻസ് ഓർഗനിലുള്ള, എവിടെയാണോ സെൻസ് ചെയ്തത് ആ സെൻസ് ഓർഗനിലുള്ള റിസപ്റ്ററിൽ കിട്ടുന്നു. റിസപ്റ്റർ ഇൻ സെൻസ് ഓർഗൻ അത് നേരെ സെൻസറി നെർവ് എന്ന് പറയുമ്പോഴത്തേക്കും ആ സെൻസ് ഓർഗനിൽ നിന്ന് ഈ സ്പൈനൽ കോഡിലേക്കും
ബ്രെയിനിലേക്കും ഒക്കെ കണക്ട് ചെയ്യുന്ന നെർവാണ് സെൻസറി നെർവ് എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ അങ്ങോട്ടേക്ക് കൊടുക്കുന്നത് സെൻസറി നെർവ്. അതിനെ നമ്മൾ അഫറന്റ് നെർവ് ഫൈബർ എന്നും പറയും കേട്ടോ. വേണേ ബ്രാക്കറ്റിൽ ഇങ്ങനെ ഇട്ടോ, അഫറന്റ് നെർവ് ഫൈബർ എന്നും പറയും. ഓക്കെ, സെൻസറി നെർവ്. അത് കഴിഞ്ഞിട്ട് അത് നേരെ സെൻട്രൽ നെർവ് സിസ്റ്റത്തിലേക്ക് എത്തുന്നത്, അതായത് സ്പൈനൽ കോഡ്, CNS, ബ്രാക്കറ്റിൽ സ്പൈനൽ കോഡ്, ബ്രെയിനിലേക്ക് പോകത്തില്ല. സ്പൈനൽ കോഡ്, സ്പൈനൽ കോഡ്, സ്പൈനൽ കോഡ്. വീണ്ടും എന്താണ് മോട്ടോർ നെർവ്, മോട്ടോർ നെർവ്, മോട്ടോർ നെർവ്. അതായത് ബ്രെയിനിൽ നിന്നോ അല്ലെങ്കിൽ സ്പൈനൽ കോഡിൽ നിന്നോ തിരിച്ച് എഫക്ടറിലേക്ക് ഇൻഫർമേഷൻ കൊണ്ടുവരുന്ന നെർവിനെയാണ് മോട്ടോർ നെർവ് എന്ന് പറയുന്നത്. മോട്ടോർ നെർവ്. മോട്ടോർ നെർവിന് മറ്റേതിന് അഫറന്റ് നെർവ് ഫൈബർ എന്ന് പറയുന്ന പോലെ തന്നെ ഇതിനെ എഫറന്റ് നെർവ് ഫൈബർ എന്ന് പറയുന്നത്. EFFERENT, എഫറന്റ് നെർവ് ഫൈബർ. പിന്നെ എന്താണ് അത്? മസിൽസ് അഥവാ ഗ്ലാൻഡ്, ഗ്ലാൻഡ്. പിന്നെ റെസ്പോൺസ് ആണ്. ഇതാണ് ആ പാത്ത് വേ. അതായത് ഒരു സ്റ്റിമുലസ് കിട്ടിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന്റെ എന്ത് എഫക്റ്റ് ആണ് ഉണ്ടാകുന്നത് എന്നുള്ളത് വരെയുള്ള ബോഡിക്കകത്തെ ആ സ്റ്റിമുലസ് ഇമ്പൾസിന്റെ മൂവ്മെന്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതായത് റിഫ്ലെക്സ് ആക്ഷന്റെ കുറെ എക്സാമ്പിൾ വേണമെങ്കിൽ നമുക്ക് ഓർക്കാം. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഉള്ള എക്സാമ്പിൾ ഒന്നെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ചൂട് ഒബ്ജക്റ്റിനെ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് താഴെ ഇടുന്നു അല്ലെങ്കിൽ കൈവരിക്കുന്നു. പിന്നെ രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ നല്ല നമ്മൾ വിശന്നിരിക്കുന്ന സമയത്ത്, ഈ വിശന്നിരിക്കുന്ന സമയം അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഇപ്പൊ ചിക്കൻ ബിരിയാണിയുടെ ആണെങ്കിലും അല്ലെങ്കിൽ അൽഫാമിന്റെ ആണെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ മീൻ വറുത്തതിന്റെ ആണെങ്കിലും ഒക്കെ മണം വരുന്ന സമയത്ത് നമ്മുടെ വായിക്കൂടെ എന്ത് ചെയ്യും? വെള്ളം വരും. അല്ലെങ്കിൽ അതിന്റെ കാര്യം പറയുമ്പോൾ തന്നെ വായിക്കൂടെ വെള്ളം വരാറുണ്ട് ഇല്ല ചിലപ്പോൾ. അപ്പൊ അതൊക്കെ റിഫ്ലെക്സ് ആക്ഷന്റെ ഭാഗമാണ്. ഇനി വേണമെങ്കിൽ തണുപ്പ് വരുമ്പോൾ തനതാനെ വിറയ്ക്കുന്നു, അത് റിഫ്ലെക്സ് ആണ്. ചൂട് വരുമ്പോൾ നമ്മൾ സ്വെറ്റ് ചെയ്യുന്നു, അത് ഒരു റിഫ്ലെക്സ് ആക്ഷൻ ആണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഡാർക്ക് റൂമിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ കൃഷ്ണമണി വികസിക്കും. നമ്മൾ അത് അവിടെ പറഞ്ഞതാണ്, എവിടെ നമ്മുടെ ഐക്കകത്ത് ഫിസിക്സിനകത്ത് പറഞ്ഞതാണ്. അതേപോലെ തന്നെ നമ്മൾ നല്ല ലൈറ്റ് ഉള്ള റൂമിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ അല്ലെങ്കിൽ നമ്മളറിയാലോ, നമ്മുടെ വണ്ടിയെ പോകുന്ന സമയത്ത് ഓപ്പോസിറ്റ് വരുന്ന വണ്ടി ബ്രൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ കണ്ണിങ്ങനെ എന്ത് ചെയ്യും? ചുരുക്കും. അതായത് നമ്മുടെ പ്യൂപ്പിളിനെ കൺസ്ട്രക്ട് ചെയ്യും. ഇതൊക്കെ എന്താണ് റിഫ്ലെക്സ് ആക്ഷന്റെ എക്സാമ്പിൾസ് ആണ് നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഡിവിഷൻസ് ഓഫ് സെൻട്രൽ നെർവസ് സിസ്റ്റം, അതായത് നെർവസ് സിസ്റ്റത്തിന്റെ രണ്ട് ഭാഗങ്ങളാക്കിയാണ് പഠിക്കുന്നത്. ഒന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റവും ഒന്ന് പെരിഫറൽ നെർവസ് സിസ്റ്റവും. ഞാൻ പറഞ്ഞ ആ നെർവുകളെയൊക്കെയാണ് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനകത്ത് കൺസിഡർ ചെയ്യുന്നത്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനകത്ത് ബ്രെയിൻ സ്പൈനൽ കോഡ് രണ്ട് പാർട്ട്, ബോഡിയുടെ പാർട്ട്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട്, അതാണ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനകത്ത് പെടുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അതും കൂടെ തന്നെ എഴുതാം. നെർവസ് സിസ്റ്റം എഴുതിയിട്ട് നെർവസ് സിസ്റ്റം എന്ന് എഴുതിയിട്ട് രണ്ട് ഡിവിഷൻസ് കൊടുക്കുക. ഒന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നും പെരിഫറൽ നെർവസ് സിസ്റ്റം എന്നും കൊടുക്കുക. സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം. ഇനി നമ്മൾ ഇതിനകത്ത് ഒരെണ്ണത്തെ എടുത്ത് എഴുതാൻ പോവാം. അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റം. ഞാൻ CNS എന്ന് എഴുതുന്നുണ്ട്. CNS എന്ന് എടുത്ത് എഴുതുക, അണ്ടർലൈൻ ചെയ്യുക. എന്നിട്ട് അതിനകത്ത് എന്തൊക്കെയുള്ളത് ഒരു ഡോട്ട് എഴുതുക. It includes brain and spinal cord. Brain and spinal cord. ഇനി ബ്രെയിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്.
ഓക്കെ. ഇനി നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞോ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഓക്കെ. ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതുക. ഡോട്ട് എഴുതുക. brain is well protected by the cranium അഥവാ സ്കൾ. ബ്രെയിൻ സ്കളിനകത്താണ് ഇരിക്കുന്നത്. സ്കളുടെ വേറെ പേര് ക്രേനിയം. ഇതിന് പുറമെ 3 മെംബ്രെയിൻസ് ഉണ്ട് ബ്രെയിനെ കവർ ചെയ്യുന്നത്. അപ്പൊ അതും കൂടെ എഴുതാം. ത്രീ മെംബ്രെയിൻസ് coverings called meninges. Meninges cover the brain. 3 membranes covering called meninges cover the brain. ആ മെംബ്രെയിനിലുള്ള ഇൻഫ്ലമേഷനെയാണ് നമ്മൾ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. ഇൻഫ്ലമേഷൻ നിർവീക്കം. ഇൻഫ്ലമേഷൻ of the meninges is called meningitis. അടുത്തത് the space between the covering membrane comma central space of the brain and the central canal of the spinal cord is filled with cerebrospinal fluid. ഈ സ്കള്ളും അതേപോലെ തന്നെ എന്താണ് ഈ മെനിഞ്ചസും കൂടാതെ ഈ ഇതിന്റെ ഇടയ്ക്കുള്ള ഈ മെംബ്രെയിൻസിന്റെ ഇടയ്ക്കുള്ള സ്പേസ് ഫില്ല് ചെയ്തിരിക്കുന്നത് ഒരു സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഫ്ലൂയിഡ് വെച്ചിട്ട്. കാരണം ഒരു ഫ്യൂഷൻ എഫക്ട് കിട്ടാൻ വേണ്ടി. ഇപ്പൊ നമുക്കറിയാലോ തലയൊക്കെ എവിടെയൊക്കെ ചെന്ന് അടിക്കുന്നത്. ഇതിനകത്തുള്ള ബ്രെയിൻ എന്ന് പറയുന്നത് വളരെ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള സാധനമാണ്. ഇതിനൊന്നും പറ്റാൻ പാടില്ല. ഓക്കെ. ഒന്നാമത് ബുദ്ധിയില്ല, ഉള്ളതും കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാകത്തില്ലല്ലോ, അല്ലേ? അപ്പം എന്താ, അപ്പൊ അതുകൊണ്ട് എന്താണ് ദൈവം അറിഞ്ഞു തന്നാണ് ഈ സംഭവങ്ങളൊക്കെ. എന്താ, സ്കളിനകത്ത് മെംബ്രെയിൻസ് ഉണ്ട്. അതിന്റെ ഇടയ്ക്കുള്ള സ്പേസുകളിൽ നമ്മൾ എന്താണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ. ഇനി നമുക്ക് അവിടെ മനസ്സിലാക്കാനായിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ ഡോട്ട് എഴുതുക. ത്രീ പ്രൈമറി regions of the brain are forebrain, midbrain and hindbrain. Forebrain, midbrain, hindbrain.
ഓക്കെ. ഇനി ഇതിന്റെ പാർട്ടുകളെ പറ്റി നമുക്ക് അടുത്ത